അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കേരളത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടാലോ. നമുക്കറിയാം അല്ലേ, ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണ് ഏത്, നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ആ കുഞ്ഞു സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നറിയാവോ? നമുക്ക് എല്ലാവർക്കും പിറന്നാൾ ഉണ്ടാവാറുണ്ട് അല്ലേ, മക്കളൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ലേ. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ കേരളം നിലവിൽ വന്നിട്ടുള്ളത് 1956 നവംബർ 1 തീയതിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നവംബർ 1 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേരള പിറവി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലേ, മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ സംസ്ഥാനമാണ് ഏത്, നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൽ ആകെ 14 ജില്ലകളുണ്ട്. അപ്പോൾ ഇതാ ഈ കേരളത്തിന്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 14 ജില്ലകളെയും എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ദേ അങ്ങ് മുകളിലായിട്ടുള്ളത് ആരാണ്, നമ്മുടെ കാസർഗോഡ് ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദേ കണ്ണൂരുണ്ട്, വയനാടുണ്ട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഇത്രയാണ് നമ്മുടെ കേരളത്തിലുള്ള 14 ജില്ലകൾ കേട്ടോ. അപ്പോൾ ഓരോ ജില്ലയ്ക്കും എന്താണ് അതിൻ്റെതായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട്. ഓരോ ജില്ലയിലും കുറേ പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഈ തന്നിട്ടുള്ളതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള 14 ജില്ലകളിൽ മിസ്സിന്റെ ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അതുപോലെ തന്നെ മക്കളുടെ ഓരോരുത്തരുടെയും വീട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാന്നുള്ളത് മക്കൾ കണ്ടുപിടിക്കില്ലേ. അപ്പോൾ ഇതാ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാടാ. അതുവരെ ബൈ.